ശ്രീ ടി എ മുജീബ് റഹ്മാൻ ഇപ്പോഴും സ്കൂളിന് നേരെ ഭീഷണി എന്നാണ്. ശ്രീ മുജീബ് റഹ്മാൻ, നമ്മുടെ ഈ ചർച്ചയുടെ ക്യാപ്ഷൻ പള്ളുരുത്തിയിലെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം കെട്ടടങ്ങുന്നില്ല എന്നുള്ളത്. ആരാണ് ഈ വിവാദം കെട്ടടങ്ങാൻ അനുവദിക്കാത്തത്? എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ചാനലാണ് ആ വിവാദം ഒരു കാരണവശാലും കെട്ടടങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ഒരു സ്കൂളിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടിയോട് തട്ടനിടരുത് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഞാൻ തന്നെ എത്ര ദിവസമായി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരുന്നു. ഇന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലത്തോളമായി ന്യൂസ് 18 ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ പ്രസ്താവന, പിതാവിൻ്റെ പ്രസ്താവന, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രസ്താവന, ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രസ്താവന, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PTA പ്രസിഡൻ്റ് ഇതൊക്കെ എന്തോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ വാർത്ത വരുന്നത് പോലെ വലിയ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ഇതിനെ നിലനിർത്തുന്നത് എനിക്കൊന്നാമതായി പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ന്യൂസ് 18 ചാനലാണ് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം? ഒരു പെൺകുട്ടി അവളുടെ മതവിശ്വാസമനുസരിച്ച് അവളുടെ തലമുടി മറച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി. അവിടെ ആ സ്ഥാപനത്തിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള അനുമതി കൊടുത്തില്ല, അവരെ പുറത്താക്കി. ഇവിടെ വെറും പച്ചക്കള്ളങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പിതാവ് പറഞ്ഞു സ്കൂളിന് ഭീഷണി. ആരാണ് സ്കൂളിനെ ഭീഷണിപ്പെടുത്തുന്നത്? ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി സ്കൂളിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്? അദ്ദേഹം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ മന്ത്രിയും ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ. ഇതിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തിൽ ഞാൻ ആ കുട്ടിയുടെ പിതാവുമായി ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നത് മഞ്ജുഷ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു ദിവസം വൈകിട്ട് 6 മണിക്ക് തന്നെ 7 മണിയൊക്കെയുള്ള ചർച്ചയിലേക്ക് വിളിക്കുമ്പോഴാണ് ഞാൻ ഈ വിഷയം ശ്രദ്ധിക്കുന്നത് തന്നെ. ആ 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഞാൻ ആ കുട്ടിയുടെ പിതാവുമായി ഞാൻ സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസവും ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തലമറച്ചുകൊണ്ട് പോകാനുള്ള ആഗ്രഹമാണുള്ളത്. ആ കുട്ടി അതിനുവേണ്ടി തയ്യാറായപ്പോൾ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCCയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ 1.5 മണിക്കൂറോളം ചെലവഴിക്കുന്നൊരവസ്ഥയുണ്ടായി. മുഹമ്മദ് ഷിയാസ് ആ കുട്ടിയുടെ പിതാവായിട്ടുള്ള അനസിനോട് പറഞ്ഞത്, നാട്ടിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്, ആയതുകൊണ്ട് തന്നെ നിൻ്റെ കുട്ടിയെ തലയിൽ തട്ടനിടാതെ സ്കൂളിലേക്ക് വിടാൻ നീ തയ്യാറാകണം. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന മുഴുവൻ ഭവിഷ്യത്തുകൾക്കും നീയായിരിക്കും കാരണക്കാരൻ. അത് ഷിയാസ് 1.5 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നുകൊണ്ട് പറയുന്നു. കെ ബാബു എന്ന് പറയുന്ന MLA, അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് കുട്ടിയുടെ പിതാവ് പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. MLA ചെന്നുകൊണ്ട് ആ കുട്ടിയുടെ പിതാവിനോട് പറയുന്നു, നിൻ്റെ കുട്ടിയെ നീ തലയിൽ തട്ടനിടാതെ സ്കൂളിലേക്ക് വിടാൻ തയ്യാറാകണം. ഒരു ജനപ്രതിനിധി ഒരു പിതാവിനോട് ആ അദ്ദേഹത്തിൻ്റെ മകളെ സ്കൂളിൽ വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നു. അവിടുത്തെ CI അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞത്, CI അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വലിയ കലാപങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങൾ പോകുകയാണ്. നിന്റെ കുട്ടി ആ സ്കൂളിൽ തട്ടനിട്ടുകൊണ്ട് പോകുന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരാൾ അവിടെ ഒരു കല്ലെറിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിനക്കെതിരായിരിക്കും കേസ്, നീ അകത്തു പോകും. അത്തരത്തിലൊരു മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ ആ മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനലുകളിൽ ചർച്ച, ബാക്കിയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച. അപ്പോൾ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ കുട്ടിയെ ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാനോ തിരിച്ച് മറുപടി പറയാനോ പറ്റുന്നൊരു അവസ്ഥയുള്ള ഒരാളല്ല. അദ്ദേഹം ഒരു ഗൃഹനാഥൻ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനസിക സംഘർഷം, ആ മാനസിക സംഘർഷത്തിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ കുഴപ്പമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി DCC പ്രസിഡന്റ് പറഞ്ഞ ആ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ഈ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ സ്ഥലം MP ഹൈബി ഈഡൻ എത്തുന്നു. ആ MPയും DCC പ്രസിഡന്റും MLAയും അതേപോലെ തന്നെ നമ്മുടെ മുൻ MLA ആയിരുന്ന ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നിൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പേരിൽ, എൻ്റെ കുട്ടി തലയിൽ തട്ടനിടുന്നതിൻ്റെ പേരിൽ നാട്ടിൽ കലാപമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി
ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അവർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ അവിടെ മീഡിയകളുടെ മുമ്പിൽ സംസാരിച്ചു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് അത്രയും സമ്മർദ്ദമുണ്ടായി അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവോ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു അനാവശ്യ വിവാദങ്ങളോ തർക്കങ്ങളോ ഉണ്ടാക്കി ആരാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ ന്യൂസ് 18 ചാനലിൻ്റെ ചർച്ചയിൽ ഞാൻ വന്നിരിക്കുമ്പോൾ സാധാരണ മാതൃഭൂമി ചാനലും മനോരമ ചാനലും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വരുന്ന ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവർ വ്യത്യസ്ത മേഖലയിലുള്ളവരായിരിക്കും. CPM-ൻ്റെ പ്രതിനിധി ഉണ്ടാവും, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടാവും, BJP-യുടെ പ്രതിനിധി ഉണ്ടാവും, ഒരു പൊതുപ്രവർത്തകനുണ്ടാവും, ഒരു സാമൂഹ്യ നിരീക്ഷകനുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പാനലിൽ വരുന്ന 90% പ്രതിനിധികൾ ഈ സ്കൂളിന് വേണ്ടി സംസാരിക്കുന്ന, അതേപോലെ തന്നെ സംഘപരിവാറിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചാനൽ ചർച്ചകളിലും പൊതുസമ്മേളനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുമൊക്കെ നിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ജനൻ ചാനലിൽ ചർച്ചയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ജനൻ ചാനലിൽ ചർച്ചയ്ക്ക് പോകാറില്ല, എന്നെ വിളിക്കാറുണ്ട്. കാരണം ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. ന്യൂസ് 18 ചാനലിനെ കുറിച്ച് ആളുകൾക്ക് ഒരു നിലവാരമുണ്ടായിരുന്നു. മുജീബ് റഹ്മാൻ, താങ്കൾ പറയുന്നത് ഞാൻ അതേപടി നിഷേധിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞതാണ്. കോൺഗ്രസിനും ലീഗിനും ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. അല്ലല്ല, താങ്കൾ പറയുന്നത് കേൾക്കൂ. താങ്കൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസിനും ലീഗിനും അത് താങ്കളോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കോൺഗ്രസിനും ലീഗിനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതിനിധികളെ വിളിച്ചതാണ്. പിന്നെയുള്ള കാര്യം, കഴിഞ്ഞ ദിവസവും ഇടത് സഹയാത്രികർ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വേണമെന്ന് വാശി പിടിക്കാൻ പറ്റുകയില്ല. താങ്കൾ മാത്രമല്ല, SDP അവിടെ കുഴപ്പമുണ്ടാക്കി SDP-യുടെ പ്രതിനിധിയെ ഇന്നലത്തെയും മിനിയാത്തെയും ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിരുന്നു. എല്ലാ ദിവസവും പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അല്ല കോൺഗ്രസും ലീഗും CPM-ഉം ഒക്കെ ഉണ്ടെങ്കിലേ താങ്കൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അല്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല താങ്കൾ ഇപ്പോൾ കോൺഗ്രസും ലീഗും CPM-ഉം ഒക്കെ ഉണ്ടെങ്കിലേ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന്. അല്ല, താങ്കൾ പറഞ്ഞു അവരുടെ പ്രതിനിധികൾ ഇല്ല എന്ന്. താങ്കൾ അവർക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ശരി ശരി.